കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇന്നറിയാം. വൈകിട്ട് 4 മണിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പ് തീയതി പ്രഖ്യാപിക്കും. കേരളത്തിന് പുറമെ തമിഴ്നാടും പശ്ചിമ ബംഗാളും അസമും പുതുച്ചേരിയും പോളിംഗ് ബൂത്തിലെത്തും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. ബൽറാം, വളരെ ആകാംക്ഷയോടുകൂടി രാഷ്ട്രീയ കേരളം കാത്തു നിൽക്കുകയാണ് എപ്പോഴായിരിക്കും തെരഞ്ഞെടുപ്പ് തീയതി എന്നറിയാൻ. അങ്ങനെ നീണ്ട ഈ കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നടക്കാനിരിക്കുകയാണല്ലോ. കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വൈകിട്ട് 4 മണിക്കല്ലേ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ജികെ, നിർണായകമായ 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനമാണ് ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിൽ 3 എണ്ണത്തിലും BJPയുടെ ദേശീയ തലത്തിൽ BJPയുടെ പ്രധാന എതിരാളികളായ 3 പാർട്ടികളാണ് നിലവിൽ ഭരണത്തിലുള്ളത്. കേരളത്തിൽ ഇടതുപക്ഷവും തമിഴ്നാട്ടിൽ DMKയും പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസുമാണ് അധികാരത്തിലുള്ളത്. ഇവിടെയെല്ലാം തന്നെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള ഒരു ശ്രമം BJP നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമാണ്. ഈ കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ചതുമായി പരിഗണിക്കുമ്പോൾ ഏറെ വൈകിയാണ് ഇത്തവണത്തെ പ്രഖ്യാപനം എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തവണ 2021 ഫെബ്രുവരി 26 പ്രഖ്യാപനം നടത്തിയിരുന്നത്. കേരളത്തിൽ ഏപ്രിൽ 6 വോട്ടെടുപ്പ് നടന്നു. കേരളം അടക്കമുള്ള ഇടങ്ങളിൽ എല്ലാം തന്നെ ബംഗാളിലും ഒപ്പം തന്നെ അസമിലും 1ാം ഘട്ടവും അതോടൊപ്പം നടന്നിരുന്നു. എന്നാൽ ഇത്തവണ വൈകിയിരിക്കുന്നു. എന്തായാലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ 5 സംസ്ഥാനങ്ങളിലും എത്തി സാഹചര്യങ്ങൾ സൂക്ഷ്മമായി തന്നെ നേരിട്ട് വിലയിരുത്തിയ ശേഷം ഇന്ന് രാവിലെ അവലോകന യോഗം ചേർന്നിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് തന്നെ നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനം അത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരിക്കും നടക്കുക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി നിർണായകം എന്നായിരിക്കും തെരഞ്ഞെടുപ്പ് എന്നുള്ളത് തന്നെയാണ്. നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഏപ്രിൽ 2ാം വാരം അവസാനത്തോടെയോ അല്ലെങ്കിൽ 3ാം വാരം തുടക്കത്തിലോ ആയിരിക്കും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 5 സംസ്ഥാനങ്ങളിൽ 3 ഇടങ്ങളിലും വിഷു ഒരു പ്രധാന ആഘോഷമാണ്. കേരളത്തിൽ വിഷു ആഘോഷം അത് ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തിയ രാഷ്ട്രീയ പാർട്ടികൾ CPM, കോൺഗ്രസ്, BJP അടക്കമുള്ള പാർട്ടികൾ ഈ ആഘോഷ പരിപാടികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കമ്മീഷനെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടത്താമെന്നുള്ള ഒരു അഭിപ്രായമാണ് കമ്മീഷനെ അറിയിച്ചിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലും അസമിലും ബിഹു ആഘോഷം കേരളത്തിലെ വിഷുവിന് സമാനമായ തീയതി തന്നെയാണ് ഉണ്ടാകാറുള്ളത്. അത് ആ സംസ്ഥാനങ്ങളിലെ പ്രധാന ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ ആ ആഘോഷ പരിപാടികൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാതിരിക്കാൻ അത് പരിഗണിച്ചുകൊണ്ട് വേണം തെരഞ്ഞെടുപ്പ് തീയതി തീരുമാനിക്കാൻ എന്നുള്ള ഒരു കാര്യം ഈ 2 സംസ്ഥാനങ്ങളിലെയും പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഏപ്രിൽ 2ാം വാരം അവസാനം അല്ലെങ്കിൽ 3ാം വാരം തുടക്കത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. കേരളം, തമിഴ്നാട്, പുതുച്ചേരി സംസ്ഥാനങ്ങളിൽ ഒറ്റഘട്ടമായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. കഴിഞ്ഞ തവണയും അത് അത്തരത്തിൽ തന്നെയായിരുന്നു. ഇത്തവണ രാഷ്ട്രീയ പാർട്ടികളുടെ നിർദ്ദേശവും ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളതാണ്. അസമിൽ കഴിഞ്ഞ തവണ 3 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. എന്നാൽ ഇത്തവണ 1ഓ 2ഓ ഘട്ടമായി തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണം എന്നാണ് കോൺഗ്രസും BJPയും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ കമ്മീഷനെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ അസമിൽ 2 ഘട്ടമായി ഇത്തവണ തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ് പരിഗണനയിലുള്ളത്. പശ്ചിമ ബംഗാളിൽ 5 ഘട്ടമായിരുന്നു സുരക്ഷാ കാരണങ്ങൾ പരിഗണിച്ചുകൊണ്ട് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടത്തിയത് എങ്കിൽ ഇത്തവണ അത് 2 ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന നിർദ്ദേശം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തൃണമൂൽ കോൺഗ്രസും CPIMഉം BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും സുരക്ഷാ സാഹചര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് അത് പരിഗണിച്ചുകൊണ്ട് 3 ഘട്ടമായിരിക്കും ബംഗാളിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇന്ന് വൈകിട്ട് 4 മണിക്കായിരിക്കും ഈ പ്രഖ്യാപനം. പ്രധാനമായും ശരി, അതായത് ബൽറാം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വിഷു ആഘോഷങ്ങൾ അത് 3 ഇടങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവിടെ വിഷു കാര്യമായി ആഘോഷിക്കുന്ന ഇടങ്ങളാണെങ്കിൽ സ്വാഭാവികമായും ഏപ്രിൽ 3ാം വാരം ആദ്യം തെരഞ്ഞെടുപ്പ് തീയതി വരാം എന്നല്ലേ നമ്മൾ കരുതേണ്ടത്? അതിനല്ലേ സാധ്യത കൂടുതൽ, അല്ലേ?
തീർച്ചയായും ജി കെ, ഏപ്രിൽ 14-15 ദിവസങ്ങളിലായാണ് വിഷു ആഘോഷങ്ങൾ ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 14 വിഷു ആഘോഷം പൂർത്തിയാക്കി തൊട്ടടുത്ത ദിവസം അങ്ങനെയെങ്കിൽ ഏപ്രിൽ 2ാം വാരത്തോടെ അവസാനത്തോടെ പൂർത്തിയാക്കാം. അല്ലാത്ത പക്ഷം അല്ലെങ്കിൽ കൂടുതൽ സാധ്യതയുള്ളത് ഏപ്രിൽ 3ാം വാരത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പോകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. ഈ അസമിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആഘോഷം, കേരളത്തിൽ ഓണം ആഘോഷിക്കുന്നതിന് സമാനമായി ആഘോഷിക്കപ്പെടുന്ന 10 ദിവസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടിയാണ് ബിഹുവിനോട് അനുബന്ധിച്ച് ഉണ്ടാകാറുള്ളത്. ഒപ്പം തന്നെ പശ്ചിമ ബംഗാളിലും ബിഹു ആഘോഷം വലിയ ആഘോഷത്തോടെ തന്നെ കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ് ബിഹു. ഇത് എല്ലാം തന്നെ പരിഗണിച്ച് ഏപ്രിൽ 3ാം വാരം തുടക്കത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു തീയതി കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആ ഒരു സമയത്ത് തന്നെയായിരിക്കും ബൽറാം, രാഷ്ട്രീയ കേരളം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് തീയതി എന്നായിരിക്കും എന്നതാണ്. ബൽറാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് വിഷു ആഘോഷം കാര്യമായി തന്നെയുണ്ട്. പശ്ചിമ ബംഗാളിലും അസമിലും ബിഹു ആഘോഷം 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം സ്വാഭാവികമായും തീയതി പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഇന്ന് വൈകിട്ട് 4 മണിക്ക് വാർത്താ സമ്മേളനത്തിൽ തീയതി പ്രഖ്യാപിക്കും. കേരളത്തെ സംബന്ധിച്ച് കേരളം പ്രതീക്ഷിക്കുന്നത് 14-15 തീയതികൾ നമ്മൾ വിഷു ആഘോഷിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞുള്ളൊരു തീയതിയായിരിക്കും വരാൻ സാധ്യതയുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് ഏപ്രിൽ 3ാം വാരം തുടക്കത്തിലായിരിക്കാനാണ് സാധ്യത. മെയ് മാസമായിരിക്കും ഫലപ്രഖ്യാപനം ഉണ്ടാവുക. കേരളം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് തീയതിയുടെ പ്രഖ്യാപനത്തിന് വേണ്ടി. വൈകിട്ട് 4 മണിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ തീയതി പ്രഖ്യാപനം ഉണ്ടാകും. കേരളവും തമിഴ്നാടും പുതുച്ചേരിയും ഈ 3 ഇടങ്ങളിൽ ഒറ്റഘട്ടമായിട്ടായിരിക്കും വോട്ടെടുപ്പ് നടക്കുക. അതേസമയം തന്നെ പശ്ചിമ ബംഗാളിലും അതുപോലെ അസമിലും കഴിഞ്ഞ തവണ അസമിൽ 3 ഘട്ടങ്ങളായിട്ടും പശ്ചിമ ബംഗാളിൽ 5 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതെങ്കിൽ ഇത്തവണ അത് 2ഉം അതുപോലെ 3ഉം ഘട്ടങ്ങളായി ചുരുക്കണം എന്ന ആവശ്യം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അതേസമയം പശ്ചിമ ബംഗാളിൽ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് അത് 5 ഘട്ടങ്ങളിലേക്ക് നീണ്ടുപോയത്. അത്തരം സാഹചര്യങ്ങൾ ഇപ്പോഴുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കൂടുതൽ ഘട്ടങ്ങളിലേക്ക് വോട്ടെടുപ്പ് നീളാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചും തമിഴ്നാടിനെ സംബന്ധിച്ചും പുതുച്ചേരിയെ സംബന്ധിച്ചും അത് ഒറ്റഘട്ടത്തിൽ നടത്തുന്ന വോട്ടെടുപ്പായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. മെയ് ആദ്യവാരമോ 2ാം വാരമോ ഫലപ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളം പ്രതീക്ഷിക്കേണ്ടത് 14-15 തീയതികളിൽ നമ്മുടെ വിഷു ആഘോഷങ്ങൾ കഴിഞ്ഞുള്ള ഒരു തീയതിയായിരിക്കും തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ടെടുപ്പിന് വേണ്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഏപ്രിൽ 3ാം വാരം ആദ്യമാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് നൽകുന്ന റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ആ തെരഞ്ഞെടുപ്പ് തീയതിയും അതുപോലെ ഫലപ്രഖ്യാപനത്തിന്റെ തീയതിയും അറിയാനാണ്. വൈകിട്ട് 4 മണിക്കാണ് വാർത്താ സമ്മേളനം. അതിൽ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് തീയതി എന്താണെന്ന് നമുക്കറിയാം. ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.